കൂട്ടുകാരെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് കല്ലാറുകുട്ടി നെടുങ്കണ്ടം റൂട്ടിൽ കൂടെയാണ്. അപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ വീണ്ടും വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൊട്ട് മുകളിൽ 2 ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഒന്ന് മുക്കുളം എന്ന് പറയുന്ന സ്ഥലവും മറ്റൊന്ന് 5-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലവും. അങ്ങനെ ആ 2 ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസം കൂടിയാണ് ഇന്ന് നമ്മൾ ഷൂട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ലായിരുന്നു, എളിയൊക്കെ ഒന്ന് വെട്ടി മിന്നലായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ദിവസം റെസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് ചാർജ് ആകാൻ വേണ്ടി ഒരു ചെറിയ ഗ്രാമം വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ കല്ലാറുകുട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാറിയാണ് ഈ മുക്കുളം എന്ന് പറയുന്ന ഗ്രാമം ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കാണുന്നത് 5-ാം മൈൽ എന്ന് പറയുന്ന ഗ്രാമമാണ്. അതിന് ശേഷമാണ് മുക്കുളം എന്ന് പറയുന്ന ഗ്രാമമുള്ളത്. നമ്മൾ യാത്ര ചെയ്തിട്ട് 5-ാം മൈൽ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 5-ാം മൈൽ. ഈ 5-ാം മൈലിൽ നിന്നാണ് തിരിഞ്ഞ് നമ്മൾ ഇവിടെ പോകുന്നത് കേട്ടോ. കൊന്നത്തടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ കൊന്നത്തടി പോയി കഴിഞ്ഞപ്പോൾ ഈ 5-ാം മൈൽ നിങ്ങളിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. കല്ലാറുകുട്ടി നെടുങ്കണ്ടം റൂട്ടിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൽ എത്തണമെങ്കിൽ കല്ലാറുകുട്ടിയിൽ നിന്ന് 7 കിലോമീറ്റർ അടുത്ത് നമ്മൾ സഞ്ചരിച്ചാൽ മതി. നമ്മളങ്ങനെ കൊന്നത്തടി ഗ്രാമത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ കൊന്നത്തടിയിൽ നിന്ന് കയറി നമ്മുടെ 5-ാം മൈലിലേക്ക് വരുന്ന ആ ഒരു ജംഗ്ഷനാണ് നിങ്ങളിത് കാണുന്നത്. ഈ ജംഗ്ഷനിൽ തിരിഞ്ഞ് നിങ്ങൾക്ക് പോയാൽ പൊന്മുടി ഡാം വഴി രാജക്കാടിനും അതുപോലെ രാജകുമാരിക്കും പൂപ്പാറയ്ക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. എന്താണെങ്കിലും മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളിയുണ്ട്. ഈ കുരിശുപള്ളിയുടെ പള്ളി നമ്മൾ ഇനിയുള്ള യാത്രയിൽ കാണുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ധാരാളം ഷോപ്പുകളൊക്കെ ഉള്ള ഒരു മനോഹരമായിരിക്കുന്ന ഒരിടമാണ് ഈ 5-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ താഴത്തെ കവലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഈ കാണുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ മനോഹരമായ ഒരു ടെമ്പിളുണ്ട്. കുറച്ച് ദൂരം സഞ്ചരിക്കണം. അവിടുത്തെ കാഴ്ചകളും അടിപൊളിയാണ് കേട്ടോ. ഒരു ദിവസം നമുക്ക് അവിടെ പോകണം. ഇതാണ് ഇവിടുത്തെ മിൽമയുടെ പ്ലാന്റ്, മിൽമയുടെ സൊസൈറ്റി. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ധാരാളം കടകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു തനി നാടൻ ഗ്രാമം എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കേട്ടോ. നമ്മളങ്ങനെ 5-ാം മൈൽ ഗ്രാമത്തിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഈ വഴിയുടെ തൊട്ട് താഴെയാണ് ഈ ഗ്രാമത്തിലെ പള്ളി ഉള്ളത്. മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയാണ്. റോഡിൻ്റെ അടിവശത്താണ് കേട്ടോ. അപ്പം നമുക്ക് ഈ പള്ളിയുടെ ഇവിടെ നിർത്തിയിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം. 5-ാം മൈലിലെ മുക്കുളം ഗ്രാമത്തിൻ്റെ പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മളിത് ഈ വഴിയാണ് ഇന്ന് മുമ്പോട്ട് വന്നത്. ഇവിടെ നിങ്ങോട്ട് കയറുമ്പോൾ അംബേദ്കർ മൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയ ലൈബ്രറിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കിത് ഈ കാണുന്നതാണ് പള്ളി കേട്ടോ. പള്ളി കുറച്ച് താഴെ റോഡിൻ്റെ അടിഭാഗത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. എന്താണെങ്കിലും മനോഹരമായിരിക്കുന്ന ഒരു ആംബിയൻസിലിരിക്കുന്ന മനോഹരമായ ഒരു ചർച്ചാണ്. എൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജക്കാട് അതുപോലെ മൂന്നാർ അങ്ങനെയുള്ള ആ ഒരു മേഖലയാണ്. ആ ബാക്ക് ഡ്രോപ്പിൽ നിങ്ങൾ കാണുന്ന മലകൾ ഒക്കെ. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള മുക്കുളം എന്ന് പറയുന്ന ഗ്രാമം കാണാനാണ്. അപ്പോൾ യാത്ര നമുക്ക് തിരിക്കും. ഈ 5-ാം മൈലും മുക്കുളവും തമ്മിൽ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ അടുത്തുള്ള വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പം 2 ഗ്രാമവും ഒന്നാണ്. ഈ മുക്കുളം ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിരിക്കുന്ന ഒരു സ്കൂളുണ്ട്. ഗവൺമെൻറ് ഹയർ സ്കൂളാണ്. അതുകൂടാതെ നമുക്കൊരു UP ആണോ LP ആണോ എന്ന് എനിക്ക് സംശയമുള്ളൂ. അതും ഒരു സ്കൂളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ മുതലാണ് മുക്കുളം ആരംഭിക്കുന്നത്. ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മളിത് ഇവിടെ ഒരു കവലയുണ്ട്. കവലയിൽ നിന്ന് നമ്മൾ വലത്തോട്ട് പോകുന്ന വഴി ശരിക്കും പനംകുട്ടിക്ക് പോകാൻ പറ്റുന്ന വഴിയാണ്. പക്ഷെ വഴി അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്താം. ഇതാണ് മുക്കുളം ഗ്രാമത്തിലെ കാഴ്ചകൾ. ഈ കാണുന്ന വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പനംകുട്ടിയിലേക്കൊക്കെ ഇറങ്ങാം. പക്ഷേ വഴി അത്ര ക്ലിയർ വഴിയൊന്നുമല്ല. ഇതിനോട് ചേർന്ന് കുറേ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് ഇവിടുത്തെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ മുക്കുളം ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ഗ്രാമമാണ് കേട്ടോ. നമ്മൾ കമ്പളികണ്ടത്തിനോടുള്ള പേരിനോട് ചേർന്ന് തന്നെ വെക്കേണ്ട പഴയൊരു ഗ്രാമമാണ് മുക്കുളം എന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും കല്ലാറുകുട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററൊക്കെ മാറി കിടക്കുന്ന ഒരു ചെറിയ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ മുക്കുളം എന്ന് പറയുന്നത്. അതുകൊണ്ടോ പഴയ
അടിപൊളി ഒരു ബിൽഡിങ്ങുകൾ, അതിൻ്റെ അപ്പുറം നമ്മൾ ആ ടയർ ഷോപ്പൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ആ ഒരു മേഖലയിലാണ് സ്കൂള് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ മുക്കുടം ടൗണിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു LP സ്കൂളുള്ളത്. ആ സ്കൂളിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇതാണ് സ്കൂൾ കേട്ടോ, സ്കൂളിലേക്കുള്ള കവാടം. വിജ്ഞാനം LP സ്കൂള് മുക്കുടം എന്നാണ്. ഇത് ഇടുക്കി രൂപതയുടെ സ്കൂളാണ്. ഇടുക്കിയുടെ തനത് ശൈലിയിലുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ ഈ ചായക്കടയിൽ ഒന്ന് കയറിക്കോ കേട്ടോ. നല്ല ഉള്ളിവടയും ബോണ്ടയും അതുപോലെ തന്നെ വടിയും അങ്ങനെയുള്ള നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു സുന്ദരമായൊരു കടയാണ്. പലഹാരങ്ങൾ അപ്പം ഇതൊരു പഴയ കടയാണ് ഇവിടുത്തെ കേട്ടോ. ഞാൻ ഇതുവഴി എപ്പം പോയാലും ഇവിടെ കയറി ഒരു ചായ കുടിക്കാതെ മിക്കവാറും പോകാറില്ല. അപ്പോൾ ഈ മുക്കുടം എന്ന് പറയുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രാമമാണ്. ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ്. ചേട്ടാ, എത്ര നാളായി നമ്മൾ ഈ കടയൊക്കെ നടത്താൻ തുടങ്ങി? പേരൊന്നും പറയാമോ? സോമൻ. സോമൻ അല്ലേ? ശരിക്കും മുക്കുടത്തിൻ്റെ ഒരു വളർച്ചയോടെ ഒപ്പം ഉണ്ടായിരുന്ന ആളല്ലേ? ഈ മുക്കുടം എന്ന് പേര് വരാൻ കാരണം എന്നാ? മൂന്നും കൂടി കവരയായിരുന്നു മുക്കുടം. മൂന്നും കൂടി കവരയായതുകൊണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ഫെസിലിറ്റിയുടെ സ്കൂള് കാര്യങ്ങൾ? എല്ലാ ഐറ്റം ഉണ്ട്. 2 സ്കൂളുണ്ട്, സ്കൂളുണ്ട്, UP സ്കൂളുണ്ട്, പിന്നെ മറ്റുള്ള ഇപ്പോൾ എല്ലാ എല്ലാ ഇതും ഉണ്ട് ഇവിടെ. അപ്പോൾ 5-ാം മൈലിൻ്റെയും മുക്കുടത്തിൻ്റെയും കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് മുക്കുടം സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. മുക്കുടം ഗവൺമെൻറ് ഹൈസ്കൂൾ മുക്കുടം. ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയത്തുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം ഈ മുക്കുടം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പോയാലാണ് ഈ മുക്കുടം സ്കൂൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ യാത്ര ചെയ്തിട്ട് നമ്മൾ ഈ മുക്കുടം സ്കൂളിലേക്ക് ഏകദേശം അടുക്കാറായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. യെസ്, ഗവൺമെൻറ് ഹൈസ്കൂള് മുക്കുടം 1974 മുതലുള്ള ഒരു സ്കൂളാണ് കേട്ടോ. ഇതാണ് ഗവൺമെൻറ് ഹൈസ്കൂള് മുക്കുടം എന്ന് പറയുന്ന ആ മനോഹരമായിരിക്കുന്ന സ്കൂള്. 1974 മുതൽ പ്രവർത്തനം ആരംഭിച്ച മുക്കുടം സ്കൂളിൻ്റെ കാഴ്ചകളാണ്.